ഹരി ഓം. ഭാഗവതം നമ്മൾ ചതുർത്ഥ സ്കന്ധത്തിൽ 21 വായിച്ചത്. ഇനി 22 അധ്യായമാണ്. അത് താരതമ്യേന വലിയ അധ്യായമാണ്. സനകാദി ദേവന്മാർ, സനകാദി ഋഷികൾ, സനകാദികൾ നമ്മൾ പറയുന്ന ആ കൊച്ചുകുട്ടികൾ, അവർ പൃഥു മഹാരാജാവിന് ഉപദേശം നൽകുന്നതാണ് ഈ അധ്യായത്തിലെ പ്രതിപാദ്യ വിഷയം. 63 ശ്ലോകങ്ങൾ ഉണ്ട്. മൈത്രേയ ഉവാച ജനേഷു പ്രഗൃണൽസ്വേവം പൃഥും മൃദുലവിക്രമം തത്രോപജഗ്മുർമുനേഃ ചത്വാര സൂര്യവർച്ചസഃ. ജനേഷു പ്രഗൃണൽസ്വേവം പൃഥും മൃദുലവിക്രമം തത്രോപജഗ്മുർമുനേഃ ചത്വാര സൂര്യവർച്ചസഃ. മൈത്രേയ മഹർഷി പറയുകയാണ്, ആ പരാക്രമിയായ പൃഥുവിനെ ജനങ്ങൾ ഇങ്ങനെ സ്തുതിച്ചു. അപ്പോൾ സൂര്യനെ പോലെ തന്നെ പ്രകാശിക്കുന്ന 4 പേരവിടെ എത്തി. ആരാണ്? നമ്മുടെ സനകാദികൾ. ഇങ്ങനെ പ്രശംസിച്ചു കൊണ്ടിരുന്നപ്പോൾ, പൃഥുവിനെ ജനങ്ങൾ ഇങ്ങനെ സ്തുതിച്ചു കൊണ്ടിരുന്നപ്പോൾ അവിടെ ആ സനകാദി മുനീശ്വരന്മാരെത്തി. താം സ്തു സിദ്ധേശ്വരാൻ രാജ വ്യോംനോപതരതോർച്ചിഷ ലോകാനപാപാൻ കുർവത്യ സാനുഗോ ചഷ്ടാലക്ഷിതാൻ. താം സ്തു സിദ്ധേശ്വരാൻ രാജ വ്യോംനോപതരതോർച്ചിഷ ലോകാനപാപാൻ കുർവത്യ സാനുഗോ ചഷ്ടാലക്ഷിതാൻ. ഇപ്പോൾ രാജാവിൻ്റെ പ്രജകളോട്, അനുവാചകരോടും അനുചരന്മാരോടൊക്കെ കൂടി ലോകം ആകെ പരിശുദ്ധമാക്കി തീർക്കുന്ന തൻ്റെ ജ്യോതിസിനാൽ, തൻ്റെ പ്രഭയാൽ പരിപൂർണമായും ആകാശത്തിൽ നിന്നിറങ്ങി വരുന്നതുമായ ആ സിദ്ധയോഗികളെ കണ്ടു, ദർശിച്ചു. അവരത്ര സൂര്യ തേജസ്സുള്ളവരായ അവരിങ്ങനെ മുകളിൽ നിന്നിറങ്ങി വരുന്നത് കണ്ട് രാജാവ് കുറേ ആൾക്കാരുമായിട്ടാണല്ലോ ഇരിക്കുന്നത്, പ്രജകളുമായിട്ടാണല്ലോ ഇവിടെ ഇരിക്കുന്നത്. അവരുടെ ഒപ്പം അവരെ ലോകമാകെ പരിശുദ്ധമാക്കി തീർക്കാൻ പര്യാപ്തമായ തേജസ്സോടെ ഇറങ്ങി വരുന്നവരെ ദർശിച്ചു, കണ്ടു. അവരെ പൃഥുവിൻ്റെ അനുചരന്മാരും പൃഥുരാജാവിൻ്റെ അനുചരന്മാരും ഇറങ്ങി വരുന്നതായ ദേവർഷികളെ, സനകാദി മഹർഷിമാരെ കണ്ടു എന്നത്രേ ഉള്ളൂ. തദ്ദർശനോദ്ഗതാൻ പ്രാണാൻ പ്രത്യാദിത് സുരിവോദ്ധിതഃ സദസ്യാനുഗോ വൈന്യ ഇന്ദ്രിയേഷു ഗുണാനിവ. അവരുടെ ആ ആദ്യ കാഴ്ചയിൽ തന്നെ തൻ്റെ ശരീരത്തിൽ നിന്ന് പുറത്തുപോയ പ്രാണങ്ങൾ തിരികെ കൊണ്ടുവരുവാനോ എന്ന തോന്നുന്നവണ്ണം എഴുന്നേറ്റ് അദ്ദേഹം അതായത് പൃഥുരാജാവ് വിഷയങ്ങളെ ക്ഷേത്രജ്ഞൻ എന്ന പോലെ വളരെ തന്നിലൊതുക്കി സദസ്യരോടും അനുചരന്മാരോടുമൊത്ത് അവരെ എതിരേറ്റു. കണ്ട് ജീവൻ ഇങ്ങോട്ട് പോയോ എന്ന് പെട്ടെന്ന് ചാടി എഴുന്നേക്കുന്ന ആ ദർശനം, തൻ്റെ ശരീരത്തിൽ നിന്നും പുറത്തു പോയ ജീവൻ ആ തേജസ് തിരികെ വരുന്നതാണോ എന്ന് തോന്നിയിട്ട്, അത്രയ്ക്ക് പോയതൊന്ന് തിരിച്ചു വരിക എന്ന് പറയുന്നൊരു പ്രത്യേക ഇതല്ലേ. അപ്പോൾ അങ്ങനെ തൻ്റെ തേജസ് പോയി പുറത്തോട്ട് പോയ ആ പ്രാണൻ തിരികെ വരുവാണോ എന്ന് തോന്നത്തക്ക രീതിയിലാണ് പെട്ടെന്ന് ചാടി എഴുന്നേറ്റത്. സസംഭ്രമം കാരണം അവരെ കണ്ടപ്പോൾ തന്നെ പൃഥുവിനുണ്ടായ ആശ്ചര്യവും ഭയവും ബഹുമാനവും എല്ലാം അതിനകത്ത് ആ ശ്ലോകത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്നു. എന്നാന്ന് വെച്ചാൽ തദ്ദർശനോദ്ഗതാൻ പ്രാണാൻ, പുറത്തേക്ക് പോയ പ്രാണൻ പ്രത്യാദിത് ഉദ്ധിതം എഴുന്നേറ്റു. സദസ്യാനുഗോ വൈന്യ, അവിടെ ഇരുന്നവരോട് കൂടി ഇന്ദ്രിയേശോ ഗുണാനി, ഇന്ദ്രിയങ്ങളെ എല്ലാം നല്ലവണ്ണം അടക്കി നിർത്തി. ഗൗരവാദ യന്ത്രിതസഭ്യ പ്രശ്രയാനതഗന്ധരഃ വിധിവത് പൂജയാൻ ചക്രേ ഗൃഹീതാധി അർഹണാസനാൻ. ഗൗരവാദ യന്ത്രിത സഭ്യ പ്രശ്രയാനതഗന്ധര വിധിവത് പൂജയാൻ ചക്രേ ഗൃഹീതാധ്യർഹണാസനാന്. സഭയിലേക്ക് ഏറ്റവും യോഗ്യനായ അദ്ദേഹം ഗൗരവത്താൽ സഭയിൽ ഏറ്റവും യോഗ്യനായിട്ടിരിക്കുന്ന ആ പൃഥു നിയന്ത്രിതനാണ്. എന്നാൽ വിനയത്താൽ നമ്ര ശിരസ്കരം, പിന്നെ ആചരിക്കേണ്ട വിധം,
വലിയൊരു മുനിയോ അല്ലെങ്കിൽ അതുപോലെ ഒരു ശ്രേഷ്ഠനായ ഒരു ബ്രഹ്മജ്ഞനോ ഒരു സന്യാസിയോ നമ്മളുടെ ഗൃഹത്തിൽ വന്നാൽ ചെയ്യേണ്ടതായിട്ട് ചില വിധികളുണ്ട്, പൂജാവിധികൾ, അർഘ്യപാദ്യങ്ങൾ എന്ന് പറയും. അതൊക്കെ അർഘ്യാദികളും അതുപോലെ ഇരിപ്പിടവുമെല്ലാം സ്വീകരിച്ച് സ്ഥിതി ചെയ്യുന്ന അവരെ വിധി പോലെ പൂജിച്ചു. അവർക്കെല്ലാം ഇരിപ്പിടവും എല്ലാം കൊടുത്ത് അവരെ ഇരുത്തി, എന്നിട്ട് അവരെ വിധി പോലെ, ഒരു വിധി എന്ന് പറയുന്നത് അതൊരു വാക്കുണ്ട്, ഒരു വാക്കങ്ങ് വച്ചിരിക്കുക എന്ന് വെച്ചാൽ അതിന് നിയമമുണ്ട്. ആ നിയമപ്രകാരം ആരാധിച്ചു, എല്ലാം എതിരേറ്റു. തത്പാദ ശൗച സലിലൈർ മാർജിതാളകബന്ധന തത്ര ശീലവതാമൃതം ആചരൻ മാനയന്നിവ. തത്പാദ ശൗച സലിലൈർ അവിടെ നിർത്തണം. മാർജിതാളകബന്ധന, പിന്നെ തത്ര ശീലവതാമൃതം ആചരൻ മാനയന്നിവ. അവരുടെ ആ പാദമൊക്കെ കഴുകിക്കും, അങ്ങനെയാണ് അതിൻ്റെ നിയമം. ആ പാദം ഒരു തളിക കൊണ്ടുവച്ച് ആ തളികയ്ക്കകത്തോട്ട് കിണ്ടിവാലിൽ നിന്ന് വെള്ളമൊഴിച്ച് കഴുകിക്കും. എന്നിട്ട് ആ തീർത്ഥം എല്ലാം തളിക്കും. കേശബന്ധനത്തോ പാദ നനയ്ക്കപ്പെട്ട അത് പാദം കൊണ്ട് നനച്ച് തലവഴി വെള്ളം ഒഴിക്കുമെന്നാണ് പറയുന്നത്. അവിടെ സജ്ജനങ്ങളുടെ സദാചാരം മാനിക്കുന്നവനായി നിലകൊണ്ടു. കാരണം സജ്ജനങ്ങൾ ആര്? ഋഷിമാര്, ഈ സനകാദികൾ, അവരെ മാനിക്കേണ്ടത് എങ്ങനെയാണെന്ന് ആ പ്രജകളെ കാണിച്ചു കൊടുക്കുകയാണ് ഈ രാജാവ് ചെയ്യുന്നത് അവിടെ, അല്ലേ? അത് നമുക്ക് മനസ്സിലാക്കാം പെട്ടെന്ന് എന്താ ചെയ്തതെന്ന്. അത്രയും പേരുടെ മുമ്പിൽ വെച്ച രാജാവ് ഈ ഋഷിയുടെ അപ്പം പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ, ബ്രാഹ്മണരെ പൂജിക്കണമെന്നല്ലേ. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ കണ്ടത് ബ്രാഹ്മണരെ പൂജിക്കണമെന്നാവുന്നു. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മജ്ഞാനികൾ, സനകാദികൾ അസൽ ബ്രാഹ്മണരാ, ഒരു കുഴപ്പമില്ല, ഒരു കറ തീർന്ന ബ്രാഹ്മണരാ അവർ. ഹാടകാസന ആസീനാൻ സ്വധിഷ്ണിയേഷു ഇവ പാവകാൻ. ഹാടകാസന ആസീനാൻ സ്വധിഷ്ണിയേഷു ഇവ പാവകാൻ, ഒന്നിച്ച് സ്വധിഷ്ണിയേഷു ഇവ പാവകാൻ. ശ്രദ്ധാ സംയമ സംയുക്ത പ്രീതപ്രാഹ ഭവാഗ്രജാൻ. അവരവരുടെ സ്ഥാനങ്ങളിൽ ഓരോ സിംഹാസനങ്ങളിൽ, സ്വർണ്ണ സിംഹാസനങ്ങളിലായിരിക്കുന്ന അവരഗ്നികൾ എന്ന പോലെ ആണ് ആ സിംഹാസനത്തിൻ്റെ സൗന്ദര്യം പറഞ്ഞിരിക്കുന്നത്. അത്ര തെട്ടിത്തിളങ്ങുന്ന, ശിവന് പോലും ജ്യേഷ്ഠന്മാരായ അവരോട്, കണ്ടോ, ശിവൻ്റെയും ജ്യേഷ്ഠന്മാരായ, എന്തുകൊണ്ടാണ്? സനകാദികളാണ് ആദ്യം ഉണ്ടായവർ, ആ 4 കുട്ടികൾ, അല്ലേ? അതാ ആ സനകാദികളെ ശിവന് പോലും ജ്യേഷ്ഠന്മാരായ അവരോട് സന്തുഷ്ടനായി ശ്രദ്ധ, നിയന്ത്രണം എന്നിവ ചേർന്ന് പറഞ്ഞു. പൃഥു ഇങ്ങനെ എല്ലാ ശ്രദ്ധയും നിയന്ത്രണവും, തൻ്റെ വായിൽ നിന്ന് ഒരു അരുതാത്തതും വരരുത് എന്നുള്ള നിയന്ത്രണത്തോടു കൂടി തൻ്റെ ശരീരഭാഷയിൽ, ശരീരം കൊണ്ടുള്ള ആ നമ്രതയിൽ, ആ വിനയത്തിന് യാതൊരു ഭംഗവും വരുത്തരുത് എന്ന ആ നിയന്ത്രണം, അതാണ് നിയന്ത്രണം. ആ ചേർത്ത് വളരെ ശ്രദ്ധയോടെ, ഓരോ വാക്ക് ശ്രദ്ധയോടെ, അതുപോലെ തന്നെ ശരീരം കൊണ്ട് ശ്രദ്ധയോടെ, അതാണ് നിയന്ത്രണം എന്ന് പറഞ്ഞിരിക്കുന്നത്. കൈയും കാലും എടുത്ത് അവരോട് തട്ടിക്കയറി ചെല്ലുകയും കൈ ചൂണ്ടി സംസാരിക്കുകയും ഒന്നും ചെയ്യാതെ, അതൊക്കെയാണ് ആ ഒരു ഇത്. പെട്ടെന്ന് ക്ഷോഭിക്കുക അല്ലെങ്കിൽ അഹങ്കാരം വരാ, അത്രയും ശ്രദ്ധയോടെയും നിയന്ത്രണത്തോടെയും ഇങ്ങനെ പറഞ്ഞു. എങ്ങനെ പറഞ്ഞു? പൃഥുരുവാച അഹോ ആചരിതം കിമ്മേ മംഗളം മംഗളായനാഹ യസ്യവോ ദർശനം ഹ്യാസീത്. പിന്നെ ദുർദർശാനാം ച യോഗിഭിഹി, ദുർദർശന ഹാസീത് എന്നെഴുതണം. യസ്യ വോ ദർശനം ഹ്യാസീത് ദുർദർശാനാം ച യോഗിഭിഹി. അതായത് അഹോ ആചരിതം കിമ്മേ മംഗളം മംഗളായനാഹ, ശുഭകരമായ കാര്യങ്ങൾക്കെല്ലാം യോജിച്ചതായിട്ടുള്ള പുണ്യാത്മാക്കളെ, പുണ്യവാന്മാരെ ഞാൻ പഴയ കാലത്ത് പൂർവ ആശ്രമത്തിൽ എന്തൊരു പുണ്യം ചെയ്തു എന്നെ ഇത് കാണാനായിട്ട് അത്ഭുതം തന്നെയാണ്. യോഗികളായിട്ടുള്ളവർക്ക് പോലും ദർശനം കിട്ടാത്ത നിങ്ങളുടെ ദർശനം എനിക്ക് കിട്ടിയല്ലോ. കിം തസ്യ ദുർലഭതരമിഹ ലോകേ പരത്രചാം. കിം തസ്യ ദുർലഭതരം അവിടെ വരെ നിർത്തണം. പിന്നെ ഇഹ ലോകേ പരത്രജ, നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാകും, 8 അക്ഷരം പിരിഞ്ഞില്ലെങ്കിൽ അവിടെ അവസാനത്തേത് കുറഞ്ഞു പോകും. കിം തസ്യ ദുർലഭതരം ഇഹ ലോകേ പരത്രജ യസ്യ വിപ്രാ പ്രസീദന്തി ശിവോ വിഷ്ണുശ്ച സാനുഗഃ. വിപ്രന്മാരെന്ന് പറഞ്ഞാൽ ബ്രാഹ്മണര്, അവരുടെ അനുയായികളോടും കൂടി ശിവനും വിഷ്ണുവും ആരിൽ പ്രസന്നനാകുന്നു?
ആ പുണ്യാത്മാവിന് ഇവിടെയും അവിടെയും എന്നുവെച്ചാൽ ഇഹത്തിലും പരത്തിലും എന്താണ് വിഷമമായിട്ടുള്ളത് എന്നുവെച്ചാൽ ശിവന് പോലും എല്ലാവർക്കും ആദരണീയരായ വ്യക്തികളാണ് ഇവരെന്ന് പറഞ്ഞു വയ്ക്കുന്നു. 9 നൈവ ലക്ഷയതേ ലോകാൻ പര്യടതോപിയാൻ യഥാ സർവദൃശം സർവ ആത്മാനം യേസ്യ ഹേതവഃ. യേസ്യ എന്നാണ്. നൈവ ലക്ഷയതേ ലോകാൻ പര്യടതോപിയാൻ യഥാ സർവദൃശം സർവ ആത്മാനം യേസ്യ ഹേതവഃ. പ്രപഞ്ചത്തിന് കാരണങ്ങളായിട്ടുള്ള എന്തൊക്കെയാ? അത് കുറേ കാര്യങ്ങൾ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. മഹത്തത്വാദി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ആ കാണുന്ന ആത്മാവിനെ എന്ന പോലെ ജനങ്ങൾ ലോകത്തിൽ എല്ലായിടത്തും എല്ലായിടത്തും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിലും നിങ്ങളെ കാണുന്നില്ല, നിങ്ങളെ ആരും കാണുന്നില്ല. നിങ്ങൾ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്? അധന അപിതേ ധന്യ സാധവോ ഗൃഹമേധിന യദ്ഗൃഹാഹ്യർഹവര്യാംബു തൃണഭൂമീശ്വരാവരാഹ. യദ്ഗൃഹാഹ്യർഹവര്യാംബു അവിടം വരെ നിർത്തണം. തൃണഭൂമീശ്വരാവരാഹ. അധന അപിതേ ധന്യാഹ സാധവോ ഗൃഹമേധിന. അതായത് ആരുടെ ഗൃഹങ്ങൾ പൂജ്യന്മാർക്ക് സ്വീകാര്യങ്ങളായ ജലം, പുല്ല്, ഭൂമി, പിന്നെ ഗൃഹസ്ഥന്മാർ, അവരുടെ ഭൃത്യന്മാർ മുതലായവയോട് കൂടിയതാണോ ആ ഗൃഹനാഥന്മാർ ദരിദ്രരാണെങ്കിലും കൃതാർത്ഥരായിരിക്കുന്നു. ആരുടെ ഗൃഹങ്ങൾ എന്നുവെച്ചാൽ പൂജ്യന്മാർക്ക് സ്വീകാര്യങ്ങളായ ചില കാര്യങ്ങളുണ്ട്. ജലം, പുല്ല്, ഭൂമി, പിന്നെ ഗൃഹസ്ഥന്മാർ, പിന്നെ ഭൃത്യന്മാർ മുതലായവയോട് കൂടിയതാണോ ആ ഗൃഹസ്ഥന്മാർ, പൂജ്യന്മാർക്ക് യോജിച്ച വേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. ആ ഗൃഹസ്ഥന്മാർ പണം അവരുടെ കയ്യിൽ ഒരുപാട് കുമിഞ്ഞു കൂടിയിട്ടില്ലെങ്കിലും ദരിദ്രർ ആണെങ്കിലും കൃതാർത്ഥരാണ്. അവർക്ക് സന്തോഷം. ഇടയ്ക്കിടയ്ക്ക് ഈ പുണ്യാത്മാക്കളൊക്കെ സന്ദർശിക്കുന്ന ഗൃഹങ്ങൾ ധന്യമാണെന്ന് ചുരുക്കം. അവർക്ക് പൂജ്യന്മാർക്ക് അതൊക്കെ സ്വീകാര്യമാണ്. അത് മതി. അവർക്ക് അവിടെ വന്നാലും അവർക്ക് സന്തുഷ്ടരാണെങ്കിൽ അവർക്ക് കിട്ടുന്നതെല്ലാം ജലം, അതല്ലേ കിട്ടുന്നത്. ജലം, പുല്ല്, ഭൂമി, ഗൃഹസ്ഥന്മാർ, ഭൃത്യന്മാർ മുതലായവയോട് കൂടിയതാണോ ആ ഗൃഹസ്ഥന്മാർ ദരിദ്രരാണെങ്കിലും കൃതാർത്ഥരാകുന്നു. ഇനി 11ാമത്തേത് വ്യാളാലയദ്രുമാ വൈദേബി അരിക്താഖില സമ്പദ യദ്ഗൃഹാസ്തീർത്ഥപാദീയ പാദതീർത്ഥ വിവർജിത. വ്യാളാലയദ്രുമാ വൈദേബി അവിടെ നിർത്തുക. അരിക്താഖില സമ്പദ യദ്ഗൃഹാസ്തീർത്ഥപാദീയ പാദതീർത്ഥ വിവർജിത. കൃത്യം 8 അക്ഷരത്തിൽ പിരിക്കണം. തേപ്പിന്ന് പിരിക്കണം. എന്നിട്ട് അരിക്താഖില എന്നാക്കണം. അവിടെ ഇച്ചിരി പരിപാടി ചെയ്യാനുണ്ട് കേട്ടോ. ഭക്തന്മാരുടെ ആ പാദ കഴുകിയ ജലം, ആ പാദതീർത്ഥം ഒന്ന് തളിച്ച് നമ്മുടെ ശരീരത്തിൽ പുരളാൻ പറ്റിയത് കഴിയാത്ത ഗൃഹങ്ങൾ എല്ലാം ഉണ്ട്. അവിടെ എല്ലാം തികഞ്ഞെങ്കിലും സർപ്പങ്ങൾ കുടികൊള്ളുന്ന മരങ്ങൾ പോലെ സേവിക്കാൻ കൊള്ളാത്തതാകുന്നു. അവിടെ ഒരു മനുഷ്യനും ചെല്ലുന്നില്ല. ഒരു നല്ല ജനങ്ങളും അവിടെ സത്കർമ്മങ്ങൾ ചെയ്യാനായിട്ടോ അവരെ സന്ദർശിക്കാനോ ചെല്ലുന്നില്ല എന്നിരിക്കട്ടെ. അങ്ങനെയുള്ള സ്ഥലങ്ങൾ സർപ്പങ്ങൾ താമസിക്കുന്ന മരങ്ങൾ പോലെയാണ്. എന്നുവെച്ചാൽ സേവിക്കാൻ കൊള്ളാതെ. അങ്ങനത്തെ മരങ്ങളെ സേവിക്കാൻ പറ്റില്ല. കാരണം ഈ സർപ്പം അതിനകത്തിരിക്കുകയല്ലേ. അതിനെ നമ്മൾ പരിചരിച്ചുകൊണ്ടിരുന്ന എപ്പോഴാണ് ഇതിൻ്റെ കടി വരുന്നതെന്ന് അറിഞ്ഞുകൂടാ. നമ്മുടെ ജീവനും പോകും. അപ്പോൾ അതുപോലെ ആണ് ഈ സജ്ജനങ്ങൾ ഭക്തന്മാരുടെ പാദതീർത്ഥം, അവരുടെ പാദം പതിയാത്ത ഭൂമി, പതിയാത്ത ഗൃഹം അങ്ങനെയാണത്രേ. അദ്ദേഹത്തെ അത് കാരണം സനകാദികൾ വന്നതിനെ പുകഴ്ത്തി അവരോട് പറയുക, തൻ്റെ ഗൃഹത്തിലോട്ട് എത്തിയല്ലോ, തൻ്റെ കൊട്ടാരത്തിലോട്ട് അവരിങ്ങോട്ട് വന്നല്ലോ, അതുകൊണ്ടാണ് പൃഥു അങ്ങനെ പറയുന്നത്. സ്വാഗതം വോ ദ്വിജശ്രേഷ്ഠ യദ് വ്രതാനി മുമുക്ഷവഃ ചരന്തി ശ്രദ്ധയാ ധീര ബാലായേവ ബൃഹന്തി ച.
പരമഭക്തൻ അത് പറഞ്ഞു 12. ഇനി അവരോട് ചോദിക്കുക, അല്ലയോ മഹർഷിമാരെ, അവരെ ഒന്ന് ചെല്ലേ, സനകാദികളെ നിങ്ങൾക്ക് സ്വാഗതം പറഞ്ഞു. അവരെ വെൽക്കം ചെയ്തു. ബാലന്മാരെ പോലെ എപ്പോഴും അഹങ്കാരരഹിതരായ നിങ്ങൾ എപ്പോഴും മോക്ഷേച്ഛുക്കളാണ്. ധീരന്മാരുമായി ഈ മഹത്തായ ബ്രഹ്മചര്യാദി വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ട്. അവർ ബ്രഹ്മചാരികളാണ്. 4 വയസ്സ് 5 വയസ്സ് ആ പ്രായത്തിലുള്ള കുട്ടികളുടെ രീതിയിലാണ് അവരുടെ നടപ്പ്. ഒരിക്കലും അവർ വലുതാകുന്നില്ല. അവരെന്നും സനകാദികൾ എന്ന് പറഞ്ഞാൽ കുഞ്ഞു കുട്ടികൾ 4 പേര് ഓടി വരുന്നത്. അറിയാമല്ലോ പേരൊക്കെ: സനകൻ, സനന്ദൻ, സനാതനൻ, സനത് കുമാരൻ. കച്ചിന്ന കുശലം നാഥ ഇന്ദ്രിയാർത്ഥാർത്ഥവേദിനാം വ്യസനാവാപ ഏതസ്മിൻ പതിതാനാം സ്വകർമ്മഭിഃ. കച്ചിന്ന കുശലം നാഥ ഇന്ദ്രിയാർത്ഥാർത്ഥവേദിനാം വ്യസനാവാപ ഏതസ്മിൻ പതിതാനാം സ്വകർമ്മഭിഃ. അല്ലയോ നാഥന്മാരെ, ഈ വെറുതെ സാധാരണ കാണുന്ന ഇന്ദ്രിയങ്ങളെ പരമപുരുഷാർത്ഥമായി തെറ്റിദ്ധരിച്ചിരിക്കുന്ന ദുഃഖത്തിനാസ്പദമായ ഈ സംസാരത്തിൽ പൂർവജന്മത്താൽ പതനം വന്ന് ഞങ്ങൾക്ക് കുശലം എന്നൊന്നുണ്ടോ? ഞങ്ങൾക്ക് സ്വസ്ഥത എന്നൊന്നുണ്ടോ? നല്ല സമാധാനം എന്നുള്ളത് ഉണ്ടോ? എന്തുകൊണ്ട് ആണ് മുജ്ജന്മത്തിൽ ഒരുപാട് ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഒരുപാട് ആവശ്യമില്ലാതെ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ സംസാരത്തിൽ പൂർവ്വജന്മത്തിൽ പതനം വന്നതുകൊണ്ടാണല്ലോ ഇപ്പം ഇവിടെ ജനിക്കേണ്ടി വന്നത്. ഇന്ദ്രിയാർത്ഥങ്ങളെ അതാണ് പുരുഷാർത്ഥം എന്ന് ധരിച്ച് ബ്രഹ്മമർത്ഥം കാമം മോക്ഷം അല്ലേ, അങ്ങനത്തെ കാര്യങ്ങളെ കൊണ്ട് അതാണ് പുരുഷാർത്ഥമെന്ന് ധരിച്ച് ഇങ്ങനെയായി തീർന്ന ഞങ്ങൾക്ക് എന്താണ് ഒരു പ്രത്യേകത? ഒരു പ്രത്യേകതയും ഇല്ലല്ലോ എന്ന് അങ്ങോട്ട് ചോദിക്കാം. ഭവൽ സുകുശല പ്രശ്ന ആത്മാരാമേഷു നേഷ്യതേ കുശലാകുശലായത്ര ന സന്ധി മതിവൃത്തയഃ. ഒന്നും അതിനകത്ത് തിരുത്താനില്ല. തൻ്റെ ആത്മാവിൽ തന്നെ രമിക്കുന്നവരായ ഭവാന്മാരോട് എന്ത് കുശലമാണ് അന്വേഷിക്കേണ്ടത്? ഒരു കാര്യവുമില്ല ഒന്നും അന്വേഷിച്ചുകൊണ്ട്. എന്താണെന്ന് വെച്ചാൽ കുശലം അകുശലം, അകുശല എന്ന് പറഞ്ഞില്ലേ, കുശലവും അകുശലവും ഈ വിധത്തിലുള്ള മനസ്സിൻ്റെ ഭിന്ന വൃത്തികൾ തന്നെ ഭവാന്മാരിലില്ല. ഭവാന്മാരിൽ കുശലമെന്നും അകുശലമെന്നും 2 എണ്ണമില്ല. അപ്പോൾ പിന്നെ എന്തിനെക്കുറിച്ചാണ് ചോദിക്കേണ്ടത്? ഒന്നിനെക്കുറിച്ചും ചോദിക്കേണ്ട. അതൊരു ആവശ്യമില്ലാത്ത ചോദ്യമായി പോകും. അത് കുശലം തന്നെയാണോ എന്ന് ചോദിക്കല്ലേ, കുശലം പറഞ്ഞോന്ന് നമ്മൾ പറയല്ലേ, അത് നന്നായി സുഖമാണോ എന്ന് ചോദിക്കും. തദഹം കൃതി കുശലം എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മളുടെ നാട്ടിൽ ചോദിക്കുന്ന കുശലം എങ്ങനെയുണ്ട്, എന്തുണ്ട് വിശേഷം നമ്മൾ ചോദിക്കാന്നിരിക്കട്ടെ. നമ്മുടെ നാട്ടിലുള്ളവർ എന്നാ വിശേഷം, വടക്കോട്ടുള്ളവർ പറഞ്ഞു നല്ല വിശേഷം. ഞങ്ങൾ തൃശ്ശൂരൊക്കെ പോകുമ്പോൾ നല്ല വിശേഷം. ഒരുപാട് പേരെ നമ്മൾ കാണാറുണ്ട് അവിടെയൊക്കെ, ഗുരുവായൂർ അങ്ങനെ പരിചയക്കാരെയൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു സംസാരമില്ല. അങ്ങനെ ഇനി അഥവാ ആരെങ്കിലും പറഞ്ഞപ്പോൾ അവർ തൃശ്ശൂർ ഭാഷ പറഞ്ഞു തുടങ്ങി എന്ന് പറയും. അതാണ് ഗതി. കാരണം നമുക്ക് ഇങ്ങനെ പറഞ്ഞ ശീലമുള്ളൂ. ഒരിക്കലും സംതൃപ്തി ഇല്ല. അതുകൊണ്ടാണ് നമ്മളങ്ങനെ പറയുന്നത്. എങ്ങനെയാണ് പറയുന്നത്? എന്നാ ഉണ്ട് വിശേഷം? ഒത്തിരി നാളായല്ലോ കണ്ടിട്ട്. എന്നാ പറയാൻ, എന്നാ വിശേഷം, എന്നാ വിശേഷം. ആ പറച്ചിലിൽ നിന്ന് തന്നെ ആ ചോദ്യകർത്താവ്, പിന്നെ കാരണം ചോദ്യകർത്താവ് നാട്ടുകാരൻ തന്നെ ആയതുകൊണ്ട് ഇയാൾ ഇത് തന്നെയാണ് പറയുന്നത്, അവിടെ കുഴപ്പമില്ല. പക്ഷേ അവർ തൃശ്ശൂർക്കാരനോട് ചോദിച്ചു എന്തുണ്ട് വിശേഷം, അവർ ചിരിച്ചുകൊണ്ടുണ്ടേ പറയും നല്ല വിശേഷം. അവരുടെ ഒരു ഭാഷയും ഒരു രീതി വ്യത്യാസമുണ്ട്. കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു സുഖം. നല്ല വിശേഷമുള്ളതെന്ന് ഈയിടെ ഒരാളങ്ങനെ പറഞ്ഞാൽ കേട്ടോ. ഞാനിപ്പോൾ അത് അതിശയിച്ച് എന്താ ഇവിടുന്ന് വന്നാണോ അതെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ അമ്പലത്തിൽ വെച്ച് എനിക്കറിയാവുന്ന, നമുക്കൊക്കെ അറിയാവുന്ന നമ്മുടെ പിന്നെ മരപ്പണിയൊക്കെ ചെയ്യുന്ന സജിയില്ലേ, സജി പൊക്കമുള്ള സജി, ഞങ്ങളുടെ ഇവിടെയും പണി എന്നത് പുള്ളിയുടെ ഭാര്യ. പുള്ളിക്കാരത്തോട് ഞാനിങ്ങനെ ചോദിച്ചപ്പോൾ നല്ല വിശേഷം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിശയമില്ല, ഇവരിങ്ങനെ പറയുന്നു, തൃശ്ശൂർക്കാർ പറയുന്നത് സന്തോഷമായി എനിക്കിത് കേട്ടപ്പോൾ. ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ അവർ പറയുക നല്ല വിശേഷം. ഞാൻ അപ്പോൾ സന്തോഷമായിട്ട് കയ്യാലിങ്ങനെ പിടിച്ചു.
അത് പറയും, ആരാണെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, കാരണം പുള്ളിക്കാരത്തി പറഞ്ഞത്, അതുകൊണ്ട് എനിക്കിതിപ്പോൾ പുള്ളിക്കാരത്തി അറിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, നുണയൊന്നുമല്ല പറഞ്ഞത്. അപ്പം ഇത് പറഞ്ഞുകൊണ്ട് പറഞ്ഞു പോയതാ. കുശല അകുശല എത്ര ന സന്ധി മതിവൃത്തയ, അതിൻ്റെ ആവശ്യമില്ല. തദഹം കൃതവിശ്രംഭ സുഹൃദോ വസ്തപസ്വിനാം സംവൃദ്ധേ ഭവയേതസ്മിൻ ക്ഷേമകേന അഞ്ജസാ ഭവേത്. തദഹം കൃതവിശ്രംഭ സുഹൃദോ വസ്തപസ്വിനാം സംപൃച്ഛേ ഭവയേതസ്മിൻ, സംപൃച്ഛേന്നുള്ള സംപൃച്ഛേ ഭവയേതസ്മിൻ ക്ഷേമകേന അഞ്ജസാ ഭവേത്. അതുകൊണ്ട് വിശ്വാസപൂർവം ഈ സംസാരത്തിൽ ഈ ലോകത്തിൽ വിഷമം കൂടാതെ സന്തോഷവും സൗഖ്യവും എല്ലാം എന്തുകൊണ്ട്, സന്തോഷമായിട്ടുള്ള ആ അവസ്ഥ, സ്വസ്ഥത എന്തുകൊണ്ടുണ്ടാകുമെന്ന് ആ തപസ്വികളുടെ സുഹൃത്തായ നിങ്ങളോട് ചോദിക്കുന്നു. തപസ്വികളുടെ സുഹൃത്തുക്കളാണ് നിങ്ങളെല്ലാം, സുഹൃത്തുക്കളാണ്. എല്ലാ തപസ്വികളുടെയും സുഹൃത്തുക്കളായ ഏറ്റവും ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, എന്താണ് ഈ വിഷമം കൂടാതെ ക്ഷേമം എന്തുകൊണ്ട് ഉണ്ടാകുമെന്ന്, എന്തുകൊണ്ടാണ് ഒത്തിരി വലിയ ബുദ്ധിമുട്ടൊന്നും കൂടാതെ വിശ്വാസപൂർവ്വം ഈ സംസാരത്തിൽ വിഷമം കൂടാതെ ക്ഷേമം എന്തുകൊണ്ടുണ്ടാകുമെന്ന്, ക്ഷേമം എന്തുകൊണ്ടുണ്ടാകും, അതെങ്ങനെ ഒരു വിഷമവും കൂടാതെ ഉണ്ടാകുമെന്നൊന്ന് പറഞ്ഞു തന്നാലും. വ്യക്തം ആത്മവതാമാത്മാ ഭഗവാനാത്മഭാവനഃ സ്വാനാമനുഗ്രഹായ മാം സിദ്ധരൂപി ചരത്യജഃ. ഒന്നും തിരുത്താനില്ല ഇതിനകത്ത്, എല്ലാം 8 അക്ഷരം വീതം പിരിച്ചു തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ആത്മാവായും ആത്മാവ് വഹിക്കുന്നവരായും ഭാവനനായും എന്നുവെച്ചാൽ ആത്മാവെന്നുള്ള ഭാവനയുള്ളവനായും ജന്മരഹിതനായ ഭഗവാൻ ഭക്തന്മാരുടെ അനുഗ്രഹത്തിനായി ഇതുപോലെയുള്ള സന്യാസി വര്യന്മാരുടെ വേഷമെടുത്ത് ഭൂമിയിൽ സഞ്ചരിക്കുന്നുണ്ട് എന്നുള്ളത് ഞങ്ങൾക്കറിയാം. ഇതുപോലെ ഭഗവാൻ ഇതുപോലത്തെ സാധുക്കൾ എന്ന് പറഞ്ഞാൽ ഈ ഋഷിമാരുടെയും സന്യാസിമാരുടെയും സനകാദി പോലെയുള്ള ആ ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരായ സനകാദികളെ പോലെയുള്ളവർ ഇങ്ങനെ സഞ്ചരിക്കുന്നുണ്ട്, സിദ്ധന്മാരുടെ വേഷമെടുത്ത് ഈ ഭൂമിയിൽ സഞ്ചരിക്കുന്നുണ്ട്, അത് ഞങ്ങൾക്കറിയാം. അപ്പം മൈത്രേയൻ പറയുക ഇനി. മൈത്രേയ ഉവാച വൃഥോസ്ത സൂക്തമാകർണ്യ സാരം സുഷ്ടുമിതം മധു സ്മയമാന ഇവ പ്രീത്യ കുമാര പ്രത്യുവാച. പൃഥുവിൻ്റെ ഈ ന്യായമായ, അതുപോലെ തന്നെ അത് ആദ്യമേ പറഞ്ഞു, മിതമായിട്ടാണ് ഉപയോഗിക്കുന്ന വാക്കുകൾ, അക്ഷരവും ആ ശ്രോതാക്കൾക്ക് പ്രിയവുമായ ആ വാക്കുകൾ കേട്ടിട്ട് സനത്കുമാരൻ സന്തോഷത്താൽ മന്ദഹസിക്കുന്നുവോ എന്ന് തോന്നും വിധം പ്രസന്നമുഖനായി പറഞ്ഞു. മന്ദഹസിച്ചോന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ വളരെ സന്തോഷമുള്ള മുഖത്തോടുകൂടി പറഞ്ഞു, ഇപ്രകാരം പറഞ്ഞു. ആ സനത്കുമാരന്മാർ പറഞ്ഞത് എന്താണെന്ന് നമുക്ക് കേൾക്കാം. സാധുപൃഷ്ടം മഹാരാജ സർവഭൂതഹിതാത്മന ഭവതാ വിദുഷാ ചാപി സാധൂനാം മതിജീദൃശി. അല്ലയോ മഹാരാജാവേ, ആ മഹാരാജ എന്നുള്ള വിളി, കാരണം ആ സ്ഥാനം അർഹിക്കുന്ന വിളി അവിടെ ഉണ്ടാകും, വേണ്ട പോലെ നിന്നാൽ, അല്ലെങ്കിൽ വേറെ പേര് വിളിക്കും. എല്ലാം അറിയുന്നവനാണെങ്കിലും ഈ സർവ്വലോകങ്ങൾക്കും ഹിതം വരണമെന്നാഗ്രഹിക്കുന്ന അങ്ങ് ഈ ചോദിച്ചത് ഉചിതമായി. എനിക്കിങ്ങനെ ഗുണം വരുമെന്നല്ല ചോദിച്ചത്, ഈ സർവ്വലോകങ്ങൾക്കും എന്താണ് വലിയ ബുദ്ധിമുട്ട് കൂടാതെ എങ്ങനെയാണ് ഈ ഈ അനുഗ്രഹത്തിനായി സിദ്ധന്മാരുടെ വേഷമെടുത്ത്. അപ്പം ഞാൻ ചോദിച്ചത് എന്താ, ക്ഷേമം എന്തുകൊണ്ടുണ്ടാകും, വിഷമം വളരെ ബുദ്ധിമുട്ട് കൂടാതെ സന്തോഷവും സമാധാനവും എങ്ങനെ ഉണ്ടാകും എന്നാണ് ചോദിച്ചത്. അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടതായിട്ടുള്ള ആ എല്ലാവർക്കും വേണ്ടതായിട്ടുള്ള ഹിതം വരണമെന്നാഗ്രഹിക്കുന്ന അങ്ങ് ചോദിച്ചത് വളരെ ശ്രേഷ്ഠമായി, ഉചിതമായി. സജ്ജനങ്ങളുടെ സ്വഭാവം എങ്ങനെയുള്ളതാണല്ലോ. സജ്ജനങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? എല്ലാവർക്കും ഗുണമുള്ളതൊരു കാര്യം ചെയ്യാനായിട്ട് സജ്ജനങ്ങൾക്കേ തോന്നുള്ളൂ, അല്ലേ തനിക്ക് തന്നെ ഉപകാരമുള്ളത് ചെയ്യാൻ ഇഷ്ടംപോലെ കാര്യങ്ങൾ കിടക്കുന്നത്. അതിനിടയിൽ വേറൊള്ള കാര്യം ചെയ്യാനോ ഒരു സത്പ്രവൃത്തി ചെയ്യാനോ ഒന്നും നേരമില്ല. സ്വന്തം പ്രവൃത്തി ഇങ്ങനെ പിന്നെ ഉയർത്തി കെട്ടിക്കൊണ്ട് വരിക. അപ്പോൾ പിന്നെ അവർക്ക് മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്തു കൊടുക്കാനാണ്? അപ്പോൾ സജ്ജനങ്ങൾക്ക് അത് സാധിക്കുമോ? സ്വഭാവം ഇങ്ങനെയുള്ള സജ്ജനങ്ങൾ, ഈ ചോദ്യം അതെ,
കാരണം ചോദ്യത്തിന് മറുപടി പറയുന്നത് രാജാവ് ചെയ്യേണ്ടതാ. തനിക്ക് വല്ല ഗുണം വരുന്ന കാര്യമാണ് വേണ്ടത്. ഇത് വേണ്ട, എല്ലാവർക്കും ഗുണം ഉണ്ടാകാനായിട്ടുള്ള കാര്യം എന്താണെന്നാണ് ഈ രാജാവ് ചോദിച്ചത്. അതുകൊണ്ടാണ് ആ മുനീശ്വരന്മാരെ സന്തോഷത്തോടു കൂടി സനത്കുമാരൻ ഇങ്ങനെ പറഞ്ഞത്. സനത്കുമാര ഉവാച എന്നാ. അപ്പം സനത്കുമാരൻ തന്നെ പറഞ്ഞു, എല്ലാവരും അല്ല, ഇന്നത്തെ സനത്കുമാരൻ ഇങ്ങനെ പറഞ്ഞു. സാധുപൃഷ്ടം മഹാരാജ സർവഭൂതഹിതാത്മന, സർവഭൂതങ്ങൾക്കും ഹിതമായ വാക്കിനെ വേണ്ടതിനെ ചോദിച്ചുകൊണ്ട് ഭവതാ വിദുഷാ ചാപി സാധൂന മതിരീദൃശി, അത് ഇങ്ങനെയുള്ളവർ സാധുക്കൾ എല്ലാവർക്കും ഹിതം വരണമെന്ന് ആഗ്രഹിക്കുന്ന അങ്ങ് ചോദിച്ചത് വളരെ ഉചിതമായി. സജ്ജനങ്ങളുടെ സ്വഭാവം ഇങ്ങനെയുള്ളതായിരിക്കണം എന്നും കൂടിയാണ് അതിൻ്റെ അർത്ഥം. സംഗമഖലു സാധൂനാം ഉഭയേഷാം ച സമ്മതഃ യത് സംഭാഷണ സംപ്രശ്ന സർവേഷാം വിതനോതി ശം. സംഗമഖലു സാധൂനാം, പിന്നെ മൂവെട്ടിയിട്ട് ഉഭയേഷാം ച സത്തമ യത് സംഭാഷണ സംപ്രശ്ന, അവിടെ വിസർഗം ഉള്ളതുകൊണ്ടൊന്നും ചെയ്യണ്ട. സർവേഷാം വിതനോതി ശം, ആ സജ്ജനങ്ങളുമായിട്ടുള്ള ചേർച്ച. സജ്ജനങ്ങൾ എന്ന് പറഞ്ഞാൽ അറിയാം, സത് ജനങ്ങൾ, നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ജനങ്ങൾ, അവരുമായിട്ടുള്ള സംഘം, അവരുമായിട്ട് ചേരുന്നത് അത് വക്താവിനും ശ്രോതാവിനും ഒരേപോലെ, പറയുന്നയാളിനും അതായത് ഈ പറഞ്ഞ വ്യക്തിക്കും കേൾക്കുന്നവനും ഒരുപോലെ മംഗളമാണ്, അത് സർവ്വസമ്മതമാകുന്നു. സജ്ജനങ്ങൾക്ക് അതായത് സജ്ജനങ്ങളാകുന്ന ശ്രോതാവിനും വക്താവിനും കേൾക്കുന്നതായ ശ്രോതാവിനും നല്ലതാണ്. അതുകൊണ്ട് ഒരുപോലെ മംഗളമാണ് എന്നത് സർവ്വസമ്മതമാണ്. അതുകൊണ്ട് സജ്ജനങ്ങളുമായുള്ള സംഭാഷണവും ചോദ്യവും സർവർക്കും ക്ഷേമം ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് ആദ്യം മറുപടി പറഞ്ഞാൽ ഒന്നും പറഞ്ഞില്ല, ചുമ്മാ നന്നായി, ചോദ്യം നന്നായി എന്ന് പറഞ്ഞതേ ഉള്ളൂ. അസ്ത്യേവ രാജൻ ഭവതോ മധുദ്വിഷ, ഭഗവതോ എന്നാണ് ഇതിനകത്തോട്, ഭവതോ എന്ന് മതി കേട്ടോ, ഭവതോ അല്ലെങ്കിൽ ഒരു അക്ഷരം അവിടെ കൂടിയത് തെറ്റാവും. നിങ്ങളുടെ പുസ്തകത്തിൽ എങ്ങനെയാണോ അതുപോലെ ചെയ്തോളൂ. അസ്ത്യേവ രാജൻ ഭവതോ മധുദ്വിഷ പാദാരവിന്ദസ്യ ഗുണാനുവാദനേ രതിർദുരാപാ വിധുനോതി നൈഷ്ഠികീ കാമം കഷായം മലം അന്തരാത്മനഃ. അസ്ത്യേവ രാജൻ ഭവതോ മധുദ്വിഷ, ഭവതോന്നേ ഉള്ളൂ, ഗാ വേണ്ട കേട്ടോ. എൻ്റെ ഗാ ആവശ്യം, എൻ്റെ പുസ്തകത്തിലൊരു ഗായുണ്ട്, അത് വേണ്ട, അത് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഭവതോ മധുദ്വിഷ എന്ന് പറഞ്ഞാലും മതി. അസ്ത്യേവ അല്ലയോ രാജൻ, അങ്ങയ്ക്ക് ഭഗവാന്റെ പാദങ്ങളുടെ ഗുണഗണം വർണ്ണിക്കുന്നതിൽ വളരെ താല്പര്യമുണ്ട്. അത് തീർച്ചയാണ്. ഭഗവാന്റെ ഗുണഗണങ്ങളെക്കുറിച്ച് വർണ്ണിക്കാൻ അങ്ങ് വെമ്പിയിരിക്കുകയാണെന്നറിയാം, അത് തീർച്ചയാണ്. ആ അനന്യഭക്തി മനസ്സിൽ കാമരൂപവും നീക്കാൻ പ്രയാസമേറിയതുമായ മാലിന്യത്തെ നിശേഷം ഇല്ലാതാക്കുന്നു. പൂർണ്ണമായിട്ട് ആഗ്രഹങ്ങളെ, ഒരുപാട് അമിത ആഗ്രഹങ്ങളെ ഇല്ലാതെയാക്കാനായിട്ട് അത് ഉപയോഗിക്കപ്പെടുന്നു. അസ്ത്യേവ രാജൻ ഭവതോ മധുദ്വിഷ പാദാരവിന്ദസ്യ ഗുണാനുവാദനേ രതിർ ദുരാപാ വിധുനോതി നൈഷ്ഠികീ കാമം കഷായം മലം അന്തരാത്മന. അത് മാലിന്യത്തെയും മലം മാലിന്യം, ചീത്ത കാര്യങ്ങളെല്ലാം ഇല്ലാതെയാക്കുകയും ചെയ്യുന്നു. ശാസ്ത്രേഷു ഇയാനേവ സുനിശ്ചിതോ നൃണാം ക്ഷേമസ്യ സദ്ര്യഗ് വിമൃശേഷു ഹേതുഃ. സദ്ര്യഗ് പിന്നെ വിമൃശേഷു, അപ്പോഴാണ് ഗാ വന്നത്, അവിടെ പി ആണ് ഗായ ആയത് കേട്ടോ. ക്ഷേമസ്യ സദ്ര്യഗ് പിന്നെ വിമൃശേഷു ഹേതുഹോ അസംഗ ആത്മവ്യതിരിക്ത ആത്മനി ദൃഢാരതിർ ബ്രഹ്മണി നിർഗുണി ചയ. ആദ്യത്തെ രണ്ടാമത്തെ ലൈന് മാത്രമേ ഉള്ളൂ കേട്ടോ. ആദ്യത്തേതിന് ശാസ്ത്രേഷു ഇയാനേവ, ഒന്നിച്ച് വായിച്ചാൽ മതി, വാക്കുകൾ പിരിച്ചു പറഞ്ഞതേ ഉള്ളൂ. അനാത്മ വസ്തുക്കളിൽ ആത്മാവില്ല, ആത്മാവിൻ്റെ സംബന്ധിക്കാത്ത വസ്തുവിൽ വൈരാഗ്യം നിരുപാധികവും നിർഗുണവുമായ ആത്മാവിൽ ഉറച്ച പ്രേമവുമാണ് മനുഷ്യരാശിയുടെ ക്ഷേമത്തിന് കാരണമെന്ന് ശാസ്ത്രങ്ങൾ പറയുന്നു. ശാസ്ത്രങ്ങൾ പറയുന്നത് തന്നെ, അതായത് നിർഗുണവും
നിരുപാധികവും അനാത്മ വസ്തുക്കളിൽ വൈരാഗ്യം. നമുക്ക് വേണ്ടാത്ത കുറേ ഒരുപാട് വസ്തുക്കളിലുള്ള ഈ വിരാഗത എന്ന് പറഞ്ഞ് വേണ്ടായ്മ, അത് വേണ്ട എന്നെനിക്ക് തോന്നുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളിലെ അനാത്മീയം, ഒരുപാട് ആത്മാവിനെ സംബന്ധിക്കാത്ത വസ്തുക്കളിൽ അത് നമുക്ക് വേണ്ട എന്ന് വെക്കുന്നത് അനാത്മ വസ്തുക്കളിൽ അതിനോടുള്ള ഒരു വിരക്തിയും പിന്നെ നിർഗുണവും നിരുപാധികവും ആയ ആത്മാവ് എന്ന് പറഞ്ഞാൽ ഭഗവാൻ അല്ലേ, ബ്രഹ്മം. ആ ബ്രഹ്മത്തിൽ ഉറച്ച വിശ്വാസവും ആണ് മനുഷ്യരാശിയുടെ ക്ഷേമത്തിന് കാരണം. അതൊന്ന് വിചാരിച്ചാൽ മതി. ഈശ്വരനാണ് എല്ലാം, സകലതും ഞാനാണ് ചെയ്യുന്നതെന്ന് ഞാൻ തന്നെ ഓർക്കാതിരിക്കുക. എന്നെക്കൊണ്ട് ഇത് ചെയ്യിക്കുന്നതാണ്, ഈശ്വരൻ തന്ന വരദാനമാണ്. പല കാര്യങ്ങളും നമുക്ക് തരുന്ന സന്തോഷങ്ങളും ദുഃഖങ്ങളും ഒരുപോലെ കാണുക. ഞാനിത് എപ്പോഴും പറയാറുണ്ട്. കാണാൻ പറ്റുമോ എനിക്ക് വരുമ്പോൾ അറിയാം എന്ന് അത് നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഞാനത് തന്നെ പറയും. സന്തോഷവും ദുഃഖവും നമ്മൾ ഒരുപോലെ കാണുക. അത് സന്തോഷം വരുന്നത് കൊണ്ട് ദുഃഖം വരികയില്ലെന്ന് ഉറപ്പിച്ച് വെക്കാതിരിക്കുക. ദുഃഖം വരുമ്പോഴും ഉറപ്പിച്ച് വെക്കാതിരിക്കുക, എനിക്ക് ദുഃഖമേ വന്നുള്ളൂ. സന്തോഷം വരുമ്പോൾ എന്തുകൊണ്ട് അപ്പം നമ്മളത് പറയുന്നില്ല? അത് സന്തോഷം, അതിന് വലിയ ഇതില്ല. അതാ ഞാൻ പറഞ്ഞത്, ദുഃഖത്തിന് നമ്മളെപ്പോഴും പ്രാധാന്യം കൊടുക്കും. സന്തോഷം, എന്തൊക്കെ സന്തോഷം ഓരോ ദിവസവും നമുക്ക് ഭഗവാൻ തരുന്നുണ്ട്. ഇന്ന് നമ്മൾ എഴുന്നേറ്റിരുന്നല്ലോ, അതൊരു സന്തോഷമല്ലേ? അത് നമുക്ക് സന്തോഷമല്ല. പനിയാണെങ്കിലോ അയ്യോ പിന്നെ പറയണ്ട. നേരം വെളുത്ത് എഴുന്നേറ്റിപ്പോൾ പനി തോന്നുകയാണെങ്കിൽ, ഒരു ചെറിയ മൂക്കടപ്പോ അല്ലെങ്കിൽ ജലദോഷമാണെങ്കിൽ, തൊണ്ടവേദനയാണെങ്കിൽ പിന്നെ പറയാനില്ല. പക്ഷെ ഇന്ന് എഴുന്നേറ്റിരുന്നു, അത് കാരണം ഞാൻ എഴുന്നേൽക്കുന്നതല്ലേ എന്നുള്ള ഭാവമാണ്. പക്ഷെ ആരെഴുന്നേൽപ്പിച്ചു? ഒന്നും കൂടാതെ, ഒരു അസുഖവും കൂടാതെ ഇന്ന് നമ്മളെ എഴുന്നേൽപ്പിച്ചു. അതിനെ നമ്മൾ സന്തോഷപൂർവ്വം സ്വീകരിക്കുക. അതുകൊണ്ട് ആ ആത്മാവിൽ, ആ അന്തരാത്മാവിൽ, ആ ബ്രഹ്മത്തിൽ ഉറച്ച സ്നേഹം, അതിനകത്ത് ഉറച്ച സ്നേഹം, ചെറുതായിട്ടല്ല, ഇപ്പം ഞാനീ പറഞ്ഞ പോലെ ദൃഢമായിരിക്കണം. അത് ഞാൻ ഇന്ന് എഴുന്നേറ്റത് സന്തോഷമായി, എനിക്കൊന്ന് ഒരു നിമിഷമെങ്കിലും ചിന്തിക്കണം. തൊണ്ടവേദന ഉണ്ടായിരുന്നെ ചിന്തിച്ചേനല്ലോ തൊണ്ടവേദന ഉണ്ടെന്ന്. അയ്യോ എനിക്ക് തൊണ്ടവേദന ഉണ്ട്, മരുന്ന് വാങ്ങിക്കാൻ പോകണ്ടേ, മഴയും പിടിച്ച് എങ്ങനെ പോകും, പോയാൽ തന്നെ ഡോക്ടർ ഇവിടെ കാണുമോ, ഇനി അത് നമുക്ക് പൈസ ചിലവുമുണ്ട്. ഇതെല്ലാം നമ്മളെ ബാധിക്കും. എഴുന്നേറ്റിരുന്ന് തൊണ്ടവേദന ഇല്ലാത്തത് കൊണ്ട് ഒരു കുഴപ്പമില്ല. നമ്മൾ കാര്യങ്ങളെല്ലാം നടത്തി മിടുക്കരായിട്ടിരുന്നു. ഇപ്പം ഞാൻ രാവിലെ എല്ലാം എഴുന്നേറ്റിരുന്നു, അത്യാവശ്യ ജോലികളൊക്കെ ചെയ്തു, കുളിച്ചു, പൂജ ചെയ്തു, എല്ലാം കഴിഞ്ഞ് ഇപ്പം ഇന്ന് ഭാഗവതം പറയുക, ഒരു കുഴപ്പമില്ല. മൈക്കും വെച്ചിരുന്ന് പറയുന്ന പോലെ ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് നല്ല മിടുക്കരായെന്ന് കരുതുക. അത് ഭഗവാനോടുള്ള ആ ഒരു സ്നേഹം അപ്പോൾ ഉണ്ടാകണം. അത് ഭയങ്കര, ആ സ്നേഹം നമ്മുടെ തീവ്രമായിരിക്കണം. അത് മാത്രമാണ് ഈ മനുഷ്യരാശിയുടെ ക്ഷേമത്തിന് കാരണം. അത് കാരണം അങ്ങ് പറഞ്ഞു. ഹരി ഓം.